ഹലോ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടില്ലേ? ഞങ്ങൾ റെഡ് ചുരിദാറും റെഡ് ഷർട്ടും ഒക്കെ ആക്കിയിട്ട് എല്ലാവരും നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി ഗസ് ചെയ്യാൻ പറ്റുമോ? ഡിസംബർ മാസമായിട്ട് നിങ്ങൾക്ക് പറ്റുമല്ലേ? ഇപ്പം നമ്മുടെ ക്രിസ്മസ് അല്ലേ? അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും താഴ്ന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഭയങ്കര ജോക്കറാണ് കേട്ടോ. എന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പം ഞാനും ഷൂട്ട് ചെയ്യുന്നു. ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഡോക്ടറാണ് കേട്ടോ. അറബിയൊന്നുമല്ല, നമ്മുടെ ബാംഗ്ലൂർ തന്നെയുള്ള ഡോക്ടറാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേജൊക്കെ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ മോളിലാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്ത്, ബട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം ഇത് ഞങ്ങളുടെ ഫുഡാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ഇതൊക്കെ ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ സ്റ്റേജ് മീൻസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് ഇപ്പം ഞങ്ങളൊക്കെ ആദ്യം മുകളിലെത്തി. അപ്പം ഞങ്ങളുടെ സാറൊക്കെ വരുന്നേ ഉള്ളൂ. കുറച്ച് പേർ ഡ്യൂട്ടിയിലാണ്. ഇതൊക്കെയാണ് ഇത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ ഫുഡ് കൊടുക്കുന്ന മീൻസ് പുള്ളിക്കാരൻ നമ്മുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണം. അയാൾക്ക് കുറേ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ സാറ് വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് പറഞ്ഞു തരുവാണ് കേട്ടോ. സീക്രട്ട് സാൻഡയെ കുറിച്ച് പറയുവാണ്. അപ്പം നമ്മൾ സാധാരണ ക്രിസ്മസ് സമയത്ത് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇടുമല്ലോ. അത് ക്രിസ്മസ് ഫ്രണ്ട് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തരും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ സീക്രട്ട് സാൻഡ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മൾ സീക്രട്ട് സാൻഡ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് അറിയാത്ത ഒരാൾക്ക് വേറൊള്ള ആൾ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് തരും. ഇപ്പോൾ എനിക്കൊരു കിട്ടിയ ഒരാളാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റുള്ളവരാ വന്ന് തരിക. അപ്പം നമ്മൾ ഭയങ്കര വണ്ടറിങ് ആയിരിക്കും ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കും, നമുക്ക് ആരായിരിക്കും. അതുപോലെ നമ്മളെ അവരങ്ങ് പിന്നെ ഇത് ചെയ്ത് വിടും നമ്മളെ. അപ്പം എനിക്ക് ഒരു ദിവസം എന്താ കിട്ടിയെന്നറിയോ? ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഒരു കവറിൽ ഫുള്ള് ചോക്ലേറ്റ്, കൂടെ ഒരു എന്താ പറയുക ചിക്കൻ മസാല. അപ്പം ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചിക്കൻ മസാല കൊണ്ട് തന്നെ ഇതാരെങ്ങനെ തരുന്നു ഇങ്ങനെ തരുന്നു പറഞ്ഞ് നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാകും. നമ്മളിവിടെ കൺഫ്യൂഷനാക്കി വിടും. പിറ്റേ ദിവസം എന്താ ഇതുപോലെ തന്നെ ചോക്ലേറ്റും കുറച്ച് എന്തെന്നറിയോ ക്യുക്കുംബറും. അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു, നമ്മുടെ ഹെൽത്തി പിന്നെ ഡ്രിങ്ക്സ് എന്നും പറഞ്ഞ്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ എല്ലാവരും അങ്ങനെ ഓരോരുത്തരും കൺഫ്യൂഷനായിരുന്നു. നമുക്ക് കിട്ടുന്ന അപ്പോൾ ഓരോരുത്തർക്ക് നമ്മുടെ ഡോക്ടർക്കൊക്കെ ആരൊക്കെ ലെറ്റർ കൊടുത്തു. അപ്പോൾ അവരുടെ ഡോക്ടർ വന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്നെ കിട്ടിയതാരാന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ സാൻഡ ആക്കി എല്ലാവരെയും സീക്രട്ട് സാൻഡ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് റിവീൽ ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഡോക്ടറാണ് കേട്ടോ. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണേ. ഞങ്ങൾ 4 പേരും ഇവിടെയാണ് ഈ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഇടയ്ക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ മോളാണ് കേട്ടോ, ഇത് നമ്മുടെ ഡോക്ടറുടെ മോളാണ്. ഇപ്പം നമ്മുടെ ഒരു മോനേ ഉള്ളൂ, അവരാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫും, പിന്നെ അവിടെ ഡോക്ടറും 2 പേരും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്നു ഭയങ്കര എൻജോയ് ചെയ്ത്. മാഡം സാറ് വന്നിരുന്നു. സാറിൻ്റെ തലയിൽ നമ്മുടെ സാന്താ ടൊപ്പിയൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇരിക്കുകയാണ്. 2 പേരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം നമ്മുടെ കൂടെ എൻജോയ് ചെയ്യും കേട്ടോ. അതാണ് ഭയങ്കര ഒരു ഫസ്റ്റ് പ്ലേസ് എന്ന് മീൻസ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യണം. അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. എത്ര ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും ആ ഒരു ദിവസം സന്തോഷമുള്ള മൊമെൻറ്റ് വരും, നമ്മളെല്ലാവരും ഒന്നാകും അല്ലേ. അപ്പോൾ ഓരോരുത്തർ ഇത് നമ്മുടെ ഒരു സാൻഡ എന്ന് പറയാം. അതുപോലെ കോമഡിയാണ് ഇപ്പോൾ കണ്ടത്. ഇത് മോള് നടക്കുന്നു. ഇപ്പം ഞങ്ങൾ ഓൾറെഡി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്യുകയാണ്. സാൻഡ ഇനിയും വന്നില്ല, സർപ്രൈസായിട്ട് ഇപ്പോൾ വരും. അപ്പം നിങ്ങളെ കുറച്ച് പേരൊക്കെ ഡ്യൂട്ടിയിലാണ് കേട്ടോ, അവരുടെ താഴെയാണ്. ഇപ്പം പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ.
എൻജോയ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. വെരി ഹാപ്പി മൊമെൻറ്റ്. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ സീക്രട്ട് സാൻറ്റ റിവീൽ ചെയ്യാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ സാറ് അനൗൺസ് ചെയ്യുകയാണ്. സാറ് കുറച്ച് എന്നതാ, സാർ ഇപ്പോൾ ഏത് പ്രോഗ്രാം വന്നാലും കുറച്ചൊരു സ്പീച്ച് ചെയ്യും കേട്ടോ. കുറച്ച് അഡ്വൈസും കുറച്ച് മെസ്സേജൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ സാറിൻ്റെ സീക്രട്ട് ഫ്രണ്ട് ആരാണെന്ന് ഇപ്പം റിവീൽ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഞങ്ങളുടെ സാറാണ് കേട്ടോ ഇപ്പോൾ സ്പീച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ സാറിനുണ്ടല്ലോ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു മെസ്സേജസും ഒരു അഡ്വൈസും ഒക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പം അവർ നമ്മുടെ ഗിഫ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ഗിഫ്റ്റ് ഇപ്പം നമുക്ക് കുറച്ചാണെങ്കിലും വലുതാണെങ്കിലും ആരും ഇത് ചെയ്യരുത്, എല്ലാവരും ഈക്വൽ ആയിട്ടിരിക്കണം. അപ്പം ചെറിയൊരു അഡ്വൈസ് കേട്ടോ. Because to avoid the other not feel bad to you, so the bottle is not filled. It may be a small thing, it may be big or whatever. Before, below 152. Otherwise, everybody is comfortable with that one, so many things. To avoid that one, we have kept the thing baseline 150 to 200 to make. ഇത് ഞങ്ങളുടെ മേഡമാണ് കേട്ടോ. ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആ ക്ഷമയുടെ നെല്ലിപ്പലയുടെ ഒരു രൂപമാണ് നമ്മുടെ മേഡം കേട്ടോ. ഭയങ്കര സിമ്പതിക്കും ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പം മേഡത്തിന് കിട്ടിയ ആളെ ഇപ്പം മേഡം റിവീൽ ചെയ്ത സമയം. അപ്പം മോൻ വന്ന് പറയാം, നിങ്ങൾ സൈഡിലിരിക്കും, ഞാൻ പറയാമെന്ന് കേട്ടോ. Madam, or soft or hey, he never gets angry. Never gets angry. Starting alphabet, sir. ഇപ്പം സാറിന് കിട്ടിയ സീക്രട്ട് സാൻഡാണെന്ന് ഇപ്പം റിവീൽ ചെയ്ത സമയമാണ് കേട്ടോ. അപ്പോൾ സാർ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും ഓരോ ക്ലൂ കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ക്ലൂവിൽ കണ്ടുപിടിക്കണം. Yeah, from the Sibo. You guess no somebody. Sibo. You kids are sisters. No, you don't mean it. Are starward? The personality wise you can tell. Okay. Character wise you can. Floor, sir, at least. Age wise you can tell. Sibo sir. Not comparison. Sibo soltana na appiye. Yunga. സാറിൻ്റെ വീഡിയോ എനിക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. From the nursing department. Kaveri. 1 year. 1.5 year. സാറിൻ്റെ സാൻഡ ആണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് കിട്ടിയ സാൻഡ ആരാണെന്ന് അറിയണ്ട. ഇവിടെ നിൽക്കുന്ന സാൻഡ ഇല്ലേ, ഇത് സാൻഡ പോലെ തന്നെയാണ്, പുള്ളിക്കാരനാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം ഇതെന്താന്ന് പറയുന്നതാണോ, ഇതൊരു ഭയങ്കര ജോക്കറാണ് കേട്ടോ. ഈ പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇത് അഡ്മിനിയാണ് കേട്ടോ. അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അവളെ കൊണ്ട് ഡാൻസൊക്കെ കുറേ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൂപ്പർ എൻജോയ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പം സാറിന് കിട്ടിയ സാൻഡ അവരാണ് കേട്ടോ. നമ്മുടെ ഡോക്ടറിനാണ് നമ്മുടെ സാറിന് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഫോട്ടോ, ഭയങ്കര ഹാപ്പിയായ സാറിന് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമ്മളൊരു 1 വീക്ക് നമ്മൾ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചു. Found out who's that person. You took one Galaxy fruit and nut and you bought today. Idada, sir, bring it up.
here. Your OPD staff. ഇത് നമ്മുടെ സാറിൻ്റെ വൈഫാണ്. അപ്പോൾ സാറിന് ഒരു മേഡത്തിന് ഒരു സീക്രട്ട് സാൻഡ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ ഗ്ലൂ തരും. ഗ്ലൂ തന്നെ നമ്മൾ പറയണം കേട്ടോ ആരാണെന്ന്. അമ്മു സിസ്റ്റർ, She has a professional look. അമ്മു സിസ്റ്റർ Professional look. ലുക്ക്. She is professional. She wears a professional look or attire, whatever you can say. This is Yeah, that's always wearing a suit. ഇവർ ഞങ്ങളുടെ സീനിയർ സിസ്റ്ററാണ് കേട്ടോ. ഞങ്ങളുടെ ഈ മേഡം, ആ മേഡത്തിന് ഞങ്ങളുടെ സീനിയർ സിസ്റ്റർ കിട്ടിയത് ആ ഡോക്ടറാണ് കേട്ടോ. ഇതെൻ്റെ കൊളീക്കാണ്, അവർക്ക് കിട്ടിയതും ഇവരെയാണ്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടി എല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം എല്ലാവരും അവിടെ ഇരിക്കുവാണ്. എല്ലാവരും മടുത്തു. കുറച്ച് പേരൊക്കെ പോയി, കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയൊരു മൊമെൻറ്റ് നെക്സ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. കാരണം നമ്മൾ ചർച്ചിലൊക്കെ നല്ലപോലെ ഫെസ്റ്റിവൽ ഗ്രാൻഡ് ചെയ്യാറുണ്ട്. ബട്ട് ഹോസ്പിറ്റലൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെയാണ്.